സംസ്ഥാനത്ത് പെരുമഴയിൽ വ്യാപക നാശനഷ്ടം. തെക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുകയാണ്. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു. തിരുവല്ല കുറ്റപ്പുഴയിൽ ട്രെയിനിന് മുന്നിലേക്ക് മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. കൊല്ലം ജില്ലയിലെ മലയോര മേഖലയിൽ വ്യാപക കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടി വി പ്രസാദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ടി വി പ്രസാദ്, ഗുഡ് ഈവനിംഗ്. തെക്കൻ കേരളത്തിലെ ഇന്നത്തെ മഴയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? മഴക്കെടുതികൾ കാര്യമായി റിപ്പോർട്ട് ചെയ്ത ദിവസം കൂടിയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അരുൺ, സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ്. സംസ്ഥാനത്ത് ഇന്ന് 11 ജില്ലകളിലാണ് അതിതീവ്ര മഴയുടെ ഭാഗമായി റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ആണെങ്കിൽ കൂടിയും ഈ 3 ജില്ലകളിലും അതിശക്തമായ മഴയാണ് ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് ഈ സമയം വരെ പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് ചെറിയ ശമനമുണ്ടാകുന്നു എന്നുള്ളതാണ് നാളേക്ക് ഉള്ള കുറച്ചുള്ളൊരു സമാധാനം. നാളെ 3 ജില്ലകളിലാണ് നിലവിലത്തെ സാഹചര്യപ്രകാരം റെഡ് അലേർട്ട്, അതായത് അതിതീവ്ര മഴ പ്രവചിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്, യെല്ലോ അലേർട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് 11 ജില്ലകളിലുള്ള റെഡ് അലേർട്ട് നാളെ 3 ജില്ലകളിലേക്ക് കുറയുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ രാവിലെ വരുന്ന അലേർട്ടിൽ മാറ്റം വരുമോ എന്ന കാര്യം അറിയില്ല. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. തിരുവനന്തപുരം വർക്കലയിൽ, അയിരൂരിൽ ചുഴലിക്കാറ്റ് പോലെയുള്ള കാറ്റിൽ വൻ മരങ്ങളാണ് കടപുഴകി വീണത്. നിരവധി വീടുകളുടെ മുകളിലേക്ക് മരം വീഴുന്ന സ്ഥിതി ഉണ്ടായി. തിരുവനന്തപുരം വിഴിഞ്ഞത്തിനടുത്ത് വെങ്ങാനൂരിൽ നിരവധി വീടുകൾക്ക് മുകളിലാണ് മരം വീണ് വീട് തകർന്നത്. നിരവധി കടമുറികൾ തകർന്നു. ഒപ്പം റോഡിലേക്കുൾപ്പെടെ നിരവധി മരങ്ങൾ വീണു എന്നതാണ്. കാട്ടാക്കടയിലും അതുപോലെ തന്നെ മറ്റ് റൂറൽ മേഖലയിലും കനത്ത മഴയാണ്. അവിടങ്ങളിലും നാശനഷ്ടമുണ്ട്. കൃഷിനാശവും വ്യാപകമാണ്. പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലും ശക്തമായ മഴ തുടരുന്നു. അവിടെയും വ്യാപകമായി നാശനഷ്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള കെടുതികൾ തുടരുകയാണ്. അരുൺ.